നമസ്കാരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകരയിൽ നിന്നും ഒരു വാർത്ത കേട്ട് നമ്മളൊക്കെ കരഞ്ഞിരുന്നു. സ്വന്തം മാതാപിതാക്കൾക്ക് അന്ത്യവിശ്രമത്തിനായി സ്വന്തം പറമ്പിൽ വീടിന് മുറ്റത്ത് കുഴിയെടുത്ത ഒരു കൊച്ചുകുട്ടിയുടെ ഒരു പയ്യന്റെ ഒരു വാർത്ത അല്ലേ? വീട് സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് രഞ്ജിത്ത് രാജ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടികൾ ഇപ്പോൾ എവിടെയാണ് താമസം, എങ്ങനെയാണ് അവരുടെ ജീവിതം, എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്നും മലയാളികളാരും തിരക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ എപ്പോഴും പറയുന്നത് പോലെ അപ്പോഴപ്പോൾ ചൂടുള്ള വിഷയങ്ങൾക്ക് പിന്നാലെ പായുന്ന ആളുകൾ, പ്രത്യേകിച്ച് കേരളീയർ, ഇതൊക്കെ എവിടുന്ന് ചിന്തിക്കാൻ അല്ലേ? മാധ്യമങ്ങളും അത് ശ്രദ്ധിക്കാതെ പോയി. ആ കുട്ടിയെന്ന് ധീരപുത്രൻ എന്നാണ് എല്ലാവരും വാഴ്ത്തിപ്പാടിയത്. ആ ധീരപുത്രൻ ഇന്നിപ്പോൾ അനാഥമായ അല്ലെങ്കിൽ ഏകാന്തമായ ഒരു ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ ഈ മാസം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അതിന് വളരെ വലിയൊരു പിന്തുണയായിരിക്കും സമൂഹം കൊടുക്കുന്നത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ അതിലൂടെ ആദ്യമിട്ട വീഡിയോ വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ ഞാൻ ഒരു ധീരപുത്രനായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, ഏകാന്തതയിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ എനിക്ക് നല്ല കൂട്ടുകാരോ നല്ല ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ആ സമയത്ത് അറിയാം ഈ കുട്ടികളുടെ വീട് നഷ്ടപ്പെടുന്ന അവസ്ഥ. അതിനെ സംബന്ധിച്ച് വളരെ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. ആ നേരത്ത് കുട്ടികൾക്ക് പുതിയ വീട് അവിടെ തന്നെ പണിത് കൊടുക്കും എന്ന വാഗ്ദാനവുമായി ഓടിയെത്തിയ നന്മമരം ബോച്ചയും ആരും മറന്നിട്ടുണ്ടാവില്ല. ആ ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ഒരു ഫ്ലവേഴ്സിലെ 1 കോടി എന്ന ഒരു പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു, ഫ്ലവേഴ്സിലെ ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള ഒരു ഷോയിൽ വെച്ച് ഈ സംഭവത്തെപ്പറ്റി പറയുന്നുണ്ട്. വളരെ വിരുദ്ധമായിട്ടുള്ള, വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബോച്ച അവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി സ്വന്തം ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി പല സമയങ്ങളിലായി ബോബി ചെമ്മണ്ണൂർ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ പലയിടത്ത് നിന്നായി ബോബി ചെമ്മണ്ണൂരിനെ പറ്റി പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പുതിയ വ്യവസായ സംരംഭങ്ങൾ ഓരോരുത്തർക്കും തണലാകും, താങ്ങാകും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അതൊന്നും അവർക്ക് ഉതകാത്ത ഒരവസ്ഥ, അതെല്ലാം അവർക്ക് വലിയ തലവേദനയായി അവരെ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ പല മാധ്യമങ്ങളിലൂടെയും പല വാർത്തകളിലൂടെയും നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് അന്ന് മുഴുവൻ മാധ്യമങ്ങളുടെയും മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയും കയ്യടിയും നേടിയ വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. എന്നാൽ ഇതുവരെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അന്ന് പറഞ്ഞത് 1 വർഷത്തിനകം അല്ലെങ്കിൽ 2 വർഷത്തിനകം ഇതെല്ലാം നടത്തി തരുമെന്നാണ്. ഇതിപ്പോൾ 2024 ആ കുട്ടികൾ 1.5 വർഷത്തോളം കാത്തിരുന്നു. പ്രത്യേകിച്ച് ഈ രഞ്ജിത്ത് രാജ് എന്ന പറയുന്ന ആ ധീരപുത്രൻ, അവൻ കാത്തിരുന്നു. പക്ഷെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏതോ ഒരു ജീവകാരുണ്യ സംഘടനയുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കാരുണ്യത്തിലൊക്കെയാണ് ആ കുട്ടിയൊക്കെ കഴിയുന്നത്. അവരൊരു ചെറിയ വീടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീടിനെ ബോബി ചെമ്മണ്ണൂർ ഫ്ലവേഴ്സിൻ്റെ ഷോയിൽ വന്നപ്പോൾ വിശേഷിപ്പിച്ചത് തട്ടിക്കൂട്ടിയ ഒരു വീട് അവിടെ ഇരിക്കുന്ന കണ്ടു എന്നാണ്. അപ്പോൾ ഈ കുട്ടി സ്വന്തം വീഡിയോയിൽ പറയുകയാണ്, തട്ടിക്കൂട്ടിയ വീടായിട്ട് സമ്പന്നനായ ബോച്ചയ്ക്ക് തോന്നിയേക്കാം, പക്ഷേ അത് ഞങ്ങളുടെ കൊട്ടാരമാണ് എന്നാണ് ആ കുട്ടി പറയുന്നത്. ഞങ്ങളൊന്നും അറിയാതെ, ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാതെ ഒരു സാധനം തട്ടിക്കൂട്ടി. ബോബി അങ്കിളെ, അത് തട്ടിക്കൂട് വീടല്ല, ഞങ്ങളുടെ കൊട്ടാരമാണത്. സഹായിച്ചില്ലെന്ന് മാത്രമല്ല, വാസ്തവ വിരുദ്ധമായ ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള നടക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇദ്ദേഹം പല മാധ്യമങ്ങളിലൂടെ നടന്ന് പ്രചരിപ്പിക്കുകയാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത, വലിയ പിന്തുണയില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത, സ്വാധീനങ്ങൾ, രാഷ്ട്രീയ സ്വാധീനങ്ങളൊന്നുമില്ലാത്ത പാവപ്പെട്ടവൻ്റെ അടുത്ത് പോലും ഹീറോയിസം കാണിക്കുന്ന ഇവരെയൊക്കെ നമ്മൾ എന്ത് വിളിക്കാനാണ്? ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള ഒരു പൊതു പാഠം എന്ന് പറയുന്നത്, പലയിടങ്ങളിലും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ചിലർ വലിയ രക്ഷകന്റെ റോളിലൊക്കെ വന്ന് അവതരിക്കുന്നത് കാണാം. ആ സമയത്തെ മുഴുവൻ ശ്രദ്ധയും അവർ പിടിച്ചുപറ്റാനും ശ്രമിക്കും, വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ തരും. ആ സമയത്ത് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നല്ലത് വരട്ടെ, അത് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ അധികം പ്രോത്സാഹിപ്പിക്കും, അവരെ നമ്മൾ ഒരു ചേർത്ത് നിർത്തലും നടത്തും. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങോട്ട് ചെന്ന് ആ കുട്ടികളുടെ അടുത്തേക്ക് ചെന്ന്, കാരണം അന്നത്തെ വലിയ വിഷയം ചൂടൻ വിഷയമാണല്ലോ, അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഓടിയെത്തുന്ന ഒരു പതിവ് ബോച്ചയ്ക്കുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ആ കുട്ടികൾക്ക് അങ്ങോട്ട് ഓഫർ ചെയ്യുകയായിരുന്നു വീട്. അതിനുശേഷം അങ്ങോട്ട് വിളിച്ചിട്ട് പോലും ഇദ്ദേഹം ഫോൺ പോലും എടുത്തിട്ടില്ല എന്ന കുട്ടികൾ സ്വന്തമായിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ. ഇത് എവിടെയും വായിച്ചറിഞ്ഞതല്ല, കുട്ടി സ്വന്തം നാവ് കൊണ്ട് പറയുന്ന കാര്യമാണ്. ഇല്ല, അത് മാത്രവുമല്ല, ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല. തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണി കഴിപ്പിച്ചു കൊടുത്ത 10 വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ? അപ്പോൾ ഇങ്ങനെ രക്ഷകൻ കളിയും ഈ വാഗ്ദാനങ്ങൾ കൊടുത്ത ആളാകലും ഒക്കെ പാവങ്ങളുടെ ഇടയിൽ വേണോ? അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ഇടയിലായിക്കൂടെ? പാവപ്പെട്ടവനെ നിങ്ങളുടെ ഹീറോയിസം കാണിക്കാനുള്ള ഒരു ഉപാധിയായി നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. അത് നിങ്ങളുടെ തെറ്റാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബോച്ചെ ടീയുടെ കാര്യവും. പലയിടങ്ങളിൽ നിന്നായി പാവപ്പെട്ടവരാണ് ഇതിലൊക്കെ പെട്ടുപോയിരിക്കുന്നത്. ഇങ്ങനെ പാവപ്പെട്ടവൻ്റെ ജീവനും ജീവിതവും കൊണ്ട് നിങ്ങൾ കളിക്കരുത്, സമയവും കൊണ്ട് നിങ്ങൾ കളിക്കരുത്, സ്വപ്നം
സ്വപ്നങ്ങൾ കൊണ്ട് നിങ്ങൾ കളിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ തരക്കാർ ഒരുപാടുണ്ട് കളിക്കാൻ, വിനോദോപാധികൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട് ഏർപ്പെടാൻ. ഇങ്ങനെ കളിപ്പാട്ടങ്ങളെ പോലെ മനുഷ്യരെ കാണുകയും തങ്ങളുടെ എന്തെങ്കിലും ബിസിനസ് നേട്ടത്തിനായി അല്ലെങ്കിൽ നിങ്ങളുടെ റീച്ചിനായിട്ട്, നിങ്ങളുടെ പ്രശസ്തിക്കായിട്ട് പാവപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തുന്ന നെറികെട്ട രീതി നിങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ. പുച്ഛം മാത്രം.